Hi friends, welcome back to my channel. ഇന്ന് നമുക്ക് ഇതുപോലെ ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഹാൻഡ് ബാഗ് ചെയ്തെടുക്കാം. ഷോൾഡർ ബാഗോ ഏത് വലിപ്പത്തിലും വേണമെങ്കിലും നമുക്ക് ഈ ഒരു ബാഗ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ 3 കളേഴ്സ് വെച്ചിട്ടാണ് ഈ ഒരു ബാഗ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കളർ ആണെങ്കിൽ ഒരു കളറിൽ ചെയ്യാം, അല്ല 2-3 കളറിൽ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇത് ഏത് വലിപ്പത്തിലും നമുക്ക് ചെയ്തെടുക്കാം. സ്ട്രാപ്പിൻ്റെ ലെങ്ത്തും ഒക്കെ നമുക്ക് വിഡ്ത്തും ഒക്കെ നമുക്ക് കൂട്ടി കൊടുത്തിട്ട് വലിയ സൈസും ചെറിയ സൈസും ഒക്കെ ആക്കി കൊടുക്കാം. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാമെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ബാഗ് ചെയ്യാനായിട്ട് 3 കളറ് യാണാണ് യൂസ് ചെയ്യുന്നത്. ഓഫ് വൈറ്റും അതുപോലെ പർപ്പിൾ ഷെയ്ഡും നമ്മളൊരു ലൈറ്റ് ആഷ് കളർ യാണുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 4 പ്ലേയുടെ അക്രിലിക് മിക്സ് യാണാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 2.5 mm സെറ്റാണ്. 4 പ്ലേ ആയതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ആഷ് കളർ യാണാണ് ബേസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു സ്ലിപ്പ് നോട്ട് ചെയ്ത് കൊടുക്കാം. ഈ സ്ലിപ്പ് നോട്ടിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് ഞാനിവിടെ 36 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. കാരണം ചെയ്യാം, പിന്നെ മുകളിലേക്ക് വലിക്കുമ്പോൾ നമുക്കൊരു ചെയിൻ സ്റ്റിച്ച് കിട്ടും. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 അങ്ങനെ നമുക്ക് 36 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഞാനിവിടെ 36 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ മെഷർമെൻ്റ് ഒന്ന് നോക്കാം. 36 ചെയിൻ സ്റ്റിച്ച് ചെയ്തപ്പോൾ നമുക്ക് ഇതിൻ്റെ മെഷർമെൻ്റ് ഒന്ന് നോക്കാം. നമുക്കിവിടെ 6 ഇഞ്ചാണ്, 6 ഇഞ്ച് 6.5 ഇഞ്ചാണ് ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ് കിട്ടിയത്. അപ്പോൾ അത് പിന്നെ യാണിൻ്റെ സൈസ് അനുസരിച്ചിട്ട് ഡിഫറൻസ് വരും. ചിലപ്പോൾ 6 ഇഞ്ചുള്ളത് 7 ഇഞ്ചാവും, ചിലപ്പോൾ അത് 5 ഇഞ്ചൊക്കെ ആവും. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ബാഗ് വലിപ്പം വേണ്ടത് ആ ഒരു രീതിക്ക് ബേസിൽ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 36 ചെയിൻ സ്റ്റിച്ച് ചെയ്തപ്പോൾ എനിക്ക് 7.5 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് കൊടുക്കുക. 7.5 ഇഞ്ച് നമുക്ക് 7 ഇഞ്ചിൻ്റെ അടുത്ത് നമുക്ക് 6.5 ഇഞ്ച് 7 ഇഞ്ചിൻ്റെ അടുത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വലിയ സൈസ് ബാഗ് ആണെങ്കിൽ അങ്ങനെ ചെയ്യുക. ചെറിയ സൈസ് ബാഗ് മതിയെങ്കിൽ ഇതിലും സ്റ്റിച്ചസ് കുറച്ച് കൊടുക്കുക. അപ്പോൾ ഇതൊരു മീഡിയം സൈസ് ബാഗാണ്. അപ്പോൾ നമുക്ക് ഇത് 36 ചെയിൻ സ്റ്റിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. നമുക്ക് ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. സ്റ്റിച്ച് മാർക്കർ വെക്കുന്നത് ഞാനിവിടെ ഈ ഒരു ലൂപ്പ് ഇത് ഉള്ള ചെയിനിനെ നമ്മൾ ലൂപ്പായിട്ട് പറയും. അതിൻ്റെ തൊട്ടടുത്തുള്ള ചെയിനിൽ നമുക്ക് ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇവിടുന്ന് 1 2 3 4 4th സ്റ്റിച്ചിൽ നമുക്ക് യാൺ ഓവർ ചെയ്യാം. ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക. ഹുക്കിന് മുകളിലേക്ക് വലിക്കുമ്പോൾ നമുക്ക് ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്കൊരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടും. ഇനി നമ്മൾ ഈ ഒരു 3 ചെയിന് നമ്മൾ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചായിട്ട് കൗണ്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഇവിടെ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചായി. ഇനി നമുക്ക് ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടി ചെയ്യണം. സെയിം സ്പേസിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്കിവിടെ 3 ഡബിൾ ക്രോഷ്യ 3 ചെയിൻ നമ്മളൊരു ഡബിൾ ക്രോഷ്യ ആയിട്ട് കൗണ്ട് ചെയ്യും. പിന്നെ നമ്മൾ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ 2 ചെയിൻ ചെയ്യുക. സെയിം സ്പേസിൽ തന്നെ നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1 സെയിം സ്പേസിൽ തന്നെ ഒന്നുകൂടി ചെയ്യുക. 2 സെയിം സ്പേസിൽ തന്നെ ഒന്നുകൂടി ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു 4th സ്റ്റിച്ചിലാണ് നമ്മൾ ഈ 3 ഡബിൾ ക്രോഷ്യ ചെയിൻ 2 3 ഡബിൾ ക്രോഷ്യ ചെയ്തത് ഈ ഒരു സെയിം സ്പേസിൽ തന്നെയാണ്. ഇനി നമുക്ക് യാൺ ഓവർ ചെയ്തിട്ട് 1 2 3 ചെയിൻ സ്കിപ്പ് ചെയ്യുക. 4th ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക്
ഡബിൾ ക്രോഷ്യ ചെയ്യാം. സെയിം സ്പേസിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ കൂടി ചെയ്യാം. സെയിം സ്പേസിൽ ഒരു ഡബിൾ ക്രോഷ്യ കൂടി ചെയ്യാം. അപ്പോൾ നമ്മൾ 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 4th ചെയിനിൽ നമ്മൾ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ചെയിൻ 2 ചെയ്തു. സെയിം സ്പേസിൽ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇത് നമ്മളൊരു കോർണറാണ്, ഫസ്റ്റ് കോർണറാണിത്. പിന്നെ നമ്മളിവിടെ 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 4th ചെയിനിൽ ഒരു ചെയിനിൽ തന്നെ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ yarn over ചെയ്യുക. ഇവിടുന്ന് 1 2 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 4th ചെയിനിൽ വീണ്ടും നമുക്ക് സെയിം സ്പേസിൽ തന്നെ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1 2 3. ഇവിടെ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. 3 ചെയിൻ വീണ്ടും സ്കിപ്പ് ചെയ്യുക. 4th ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു ചെയിനിൽ തന്നെ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഇനി വീണ്ടും 3 ചെയിൻ സ്കിപ്പ് ചെയ്യുക. 4th ചെയിനിൽ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1 സെയിം സ്പേസിൽ തന്നെ അടുത്തത് ചെയ്യുക. സെക്കൻഡ് 1 ചെയ്യുക. സെയിം സ്പേസിൽ തന്നെ ഒന്നും കൂടി ചെയ്യാം. ഇതാണ് ഈ ഒരു റൗണ്ടിൻ്റെ പാറ്റേൺ എന്ന് പറഞ്ഞത്. അത് നമുക്ക് ഈ ലാസ്റ്റ് 3 ചെയിൻ എത്തുന്ന വരെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഞാനിങ്ങനെ ഇവിടുന്ന് 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് ഒരു 3 ഡബിൾ ക്രോഷ്യ, പിന്നെ 3 ചെയിൻ സ്കിപ്പ് ചെയ്ത് 3 ഡബിൾ ക്രോഷ്യ ഇങ്ങനെ ചെയ്തിട്ട് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ 4 ചെയിൻ ആണുള്ളത്. 1 2 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് ഈ 4th ചെയിനിൽ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 നമ്മൾ ലാസ്റ്റ് ചെയിനാണ്. ഈ ലാസ്റ്റ് ചെയിനിൽ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. 3 ഡബിൾ ക്രോഷ്യ. ഇനി നമുക്ക് ചെയിൻ 2 ചെയ്യുക. ചെയിൻ 2 ചെയ്യുക. ഇനി സെയിം സ്പേസിൽ തന്നെ നമുക്ക് 3 ഡബിൾ ക്രോഷ്യ കൂടി ചെയ്ത് കൊടുക്കുക. 1 2 3 3 ഡബിൾ ക്രോഷ്യ കൂടി ചെയ്യുക. 3 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇത് നമ്മളെ ഒരു കോർണറാണ്. അപ്പോൾ ഈ ഒരു കോർണറിലും നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ചെയിൻ 2 ചെയ്യാം. ഇവിടെ സെയിം സ്പേസിൽ തന്നെ നമുക്ക് 3 ഡബിൾ ക്രോഷ്യ കൂടി ചെയ്യാം. ഈ ലാസ്റ്റ് ചെയിനിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. 1 2 3. അപ്പോൾ ഇത് നമ്മളെ 3rd കോർണറാണ്. അപ്പോൾ ഈ ഒരു 3rd കോർണറിലും നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ലാസ്റ്റ് ചെയിനിൽ 3 ഡബിൾ ക്രോഷ്യ ചെയ്തു. ചെയിൻ 2 ചെയ്തു. വീണ്ടും 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ചെയിൻ 2 ചെയ്തു. വീണ്ടും 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ നമ്മൾ ടോട്ടൽ ഈ ഒരു ചെയിനിൽ 9 സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നടുവിൽ 2 സ്ഥലത്തായിട്ട് 2 ചെയിനും ചെയ്യുന്നുണ്ട് സെപ്പറേറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് yarn over ചെയ്യാം. 1 2 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 4th ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1 2 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ്. 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 3. അപ്പോൾ നോക്കുമ്പോൾ നേരത്തെ ചെയ്തതിൻ്റെ നേരെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. വീണ്ടും yarn over ചെയ്തിട്ട് 1 2 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 4th ചെയിനിൽ നമുക്ക് 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 3. വീണ്ടും 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 4th ചെയിനിൽ നമുക്ക് 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 സെയിം സ്പേസിൽ തന്നെ മൂന്നാമത്തെ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക.
വീണ്ടും 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 4th ചെയിനിൽ നമുക്ക് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് അങ്ങനെ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് വരെ ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മളിങ്ങനെ 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 4th ചെയിനിൽ 3 ഡബിൾ ക്രോഷ്യ ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ലാസ്റ്റ് സ്റ്റിച്ചായിട്ടുള്ള ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ഒരു ലാസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ചെയിൻ 2 ചെയ്യുക. നമ്മൾ ഈ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ള അത് റിമൂവ് ചെയ്തിട്ട് അവിടെ നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്യുക. 2 ലൂപ്പ് കിട്ടും. ഈ ഒരു ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ഒരു റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഇനി നമുക്ക് ചെയിൻ 2 ചെയ്യുക. 1 2 ഈ ചെയിൻ 2 നമ്മൾ കൗണ്ട് ചെയ്യുന്നില്ല. ഇനി നമ്മൾ ഈ ഒരു കോർണർ ഉണ്ടല്ലോ, ഈ ഒരു കോർണറിലാണ് നമ്മൾ ഇനി നമ്മൾ 3 ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. എന്നിട്ട് അവിടെ നമുക്ക് ഈ ഒരു സ്പേസിൽ ഇവിടെ ഇങ്ങനെ നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഈ ഒരു 1 ഡബിൾ ക്രോഷ്യ ചെയ്തത് അവിടെ സ്റ്റിച്ച് മാർക്കർ വെക്കുക. ഇനി നമുക്ക് 3 ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യേണ്ടത്. 2 ഡബിൾ ക്രോഷ്യ 3 ഡബിൾ ക്രോഷ്യ അങ്ങനെ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ചെയിൻ 2 ചെയ്യുക. ഇനി സെയിം സ്പേസിൽ തന്നെ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കുക. 1 നമ്മളെ ഫസ്റ്റ് കോർണറാണ്. 2 3 അപ്പോൾ നമ്മൾ ഇവിടെ 2 ചെയിൻ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു സ്പേസിലേക്ക് 3 ഡബിൾ ക്രോഷ്യ ചെയിൻ 2 3 ഡബിൾ ക്രോഷ്യ ചെയ്തു. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു സ്റ്റിച്ച് മാർക്കർ കൂടി വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ അത് കൺഫ്യൂഷൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ കാണുന്ന എല്ലാ സ്പേസിലും 3 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ യാൺ ഓവർ ചെയ്യുക. സ്പേസിലാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. ഈ ഒരു സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത സ്പേസിലും നമുക്ക് 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 ഇനി നമുക്ക് അടുത്ത സ്പേസിലും 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 നമുക്ക് അടുത്ത സ്പേസിലും 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. 1 2 3 നമുക്ക് ഈ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്നവരെ ഇതുവരെ നമുക്ക് ഈ ഒരു സ്പേസിലൊക്കെ 3 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എല്ലാ സ്പേസിലും 3 ഡബിൾ ക്രോഷ്യ 3 ഡബിൾ ക്രോഷ്യ 3 ഡബിൾ ക്രോഷ്യ ഇങ്ങനെ എല്ലാ സ്പേസിലും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു സെക്കൻഡ് കോർണറിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ഈ സ്റ്റിച്ച് മാർക്കർ വെച്ചെടുത്തതാണ് സെക്കൻഡ് കോർണർ. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് നമുക്ക് അവിടെ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ചെയിൻ 2 ചെയ്യുക. സെയിം സ്പേസിൽ തന്നെ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കുക. 1 2 3 നമ്മൾ സെയിം സ്പേസിൽ തന്നെ 3 ഡബിൾ ക്രോഷ്യ ചെയിൻ 2 3 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഈ ചെയിൻ 2 ചെയ്തിട്ടുള്ള അവിടെ വീണ്ടും നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ സെക്കൻഡ് കോർണർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തത് സ്പേസ് വരുന്നത് അടുത്തതും നമുക്ക് ഈ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ള അവിടെ ആണ്. അപ്പോൾ അതുകൊണ്ട് ആ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. എന്നിട്ട് ആ സ്റ്റിച്ച് മാർക്കറിലും നമുക്ക് 3 ഡബിൾ ക്രോഷ്യ നമ്മൾ തേർഡ് കോർണറാണ് ഇത്. 1 2 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ചെയിൻ 2 ചെയ്യുക. സെയിം സ്പേസിൽ തന്നെ 3 ഡബിൾ ക്രോഷ്യ കൂടി ചെയ്ത് കൊടുക്കുക. 1
2 3 സെയിം സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ കൂടി ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു 2 ചേഞ്ച് ചെയ്ത് അവിടെ നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. അപ്പം നമുക്ക് സെക്കൻഡ് കോർണറും തേർഡ് കോർണറും കിട്ടി. ഇനി നമുക്ക് എല്ലാ സ്പേസിലും ഇങ്ങനെയുള്ള എല്ലാ സ്പേസിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഫസ്റ്റ് സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. 1 2 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 1 2 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 1 2 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ നമ്മൾ ഇതുവരെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാ സ്പേസിലും 3 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ലാസ്റ്റ് സ്പേസ് വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ലാസ്റ്റ് സ്പേസിൽ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ, ഇത് നമ്മളെ ഫോർത്ത് കോർണറാണ്. 1 2 3 ഡബിൾ ക്രോഷ്യ ചെയ്തു. ചെയിൻ 2 ചെയ്യാം. സെയിം സ്പേസിൽ തന്നെ 3 ഡബിൾ ക്രോഷ്യ കൂടി ചെയ്ത് കൊടുക്കുക. 1 2 3. അപ്പോൾ ഇത് നമ്മളെ ഫോർത്ത് കോർണറാണ്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ള അത് റിമൂവ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അവിടെ നമുക്കൊരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ സെക്കൻഡ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇനി നമ്മൾ തേർഡ് റൗണ്ട് ചെയ്യാനായിട്ട് ചെയിൻ 2 ചെയ്യാം. നമ്മൾ ഈ ഒരു സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മളെ ഫസ്റ്റ് കോർണറാണ്. ഈ ഒരു ഫസ്റ്റ് കോർണറിൽ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് അവിടെ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇവിടെ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. 1 2 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ചെയിൻ 2 ചെയ്യുക. വീണ്ടും സെയിം സ്പേസിൽ തന്നെ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കുക. 1 2 3. അപ്പോൾ ഇത് നമ്മളെ ഫസ്റ്റ് കോർണറാണ്. ഇനി നമുക്ക് ഇവിടുന്ന് ഈ ഒരു സ്പേസ് എത്തുന്നവരെ എല്ലാ സ്പേസിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. 1 2 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത സ്പേസിലും 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത സ്പേസിലും 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 3. അങ്ങനെ നമ്മൾ എല്ലാ സ്പേസിലും ഒക്കെ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ഒരു സ്പേസ് വരെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. നമ്മൾ എല്ലാ സ്പേസിലും 3 ഡബിൾ ക്രോഷ്യ ഇങ്ങനെ ചെയ്തിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്കുള്ളത് സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ള ആ ഒരു സ്പേസ് ആണ്. അപ്പോൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. സ്റ്റിച്ച് മാർക്കറിൽ നമ്മൾ ആ ഒരു സ്പേസിൽ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. 1 2 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ചെയിൻ 2 ചെയ്യുക. സെയിം സ്പേസിൽ നമുക്ക് 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ എല്ലാ കോർണറിലും നമ്മൾ 3 ഡബിൾ ക്രോഷ്യ ചെയിൻ 2 3 ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യുന്നത്, കോർണറിൽ മാത്രം. ബാക്കി എല്ലാ സ്പേസിലും നമ്മൾ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് നോട്ട് എഴുതി വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ കറക്റ്റിൽ ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ ഒരു 2 ചെയിൻ ചെയ്ത സ്പേസിൽ നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്നതിന് മുന്നേ ഒരു സ്പേസ് ഉണ്ട്. ആ ഒരു സ്പേസിൽ നമുക്ക് ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം.
ഇനി നമ്മൾ അടുത്ത് ചെയ്യാനുള്ളത് ഈ ഒരു സ്പേസിലാണ്. ഈ സ്പേസിൽ നമുക്ക് നമ്മൾ തേർഡ് കോർണറാണ് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അപ്പോൾ കോർണറിൽ നമ്മൾ എപ്പോഴും 3 ഡബിൾ ക്രോഷേ ചെയിൻ 2 3 ഡബിൾ ക്രോഷേ സെയിം സ്പേസിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് കോർണർ ഉണ്ടാവുക. അപ്പം അടുത്ത കോർണറിൽ നമ്മൾ 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക, ചെയിൻ 2 ചെയ്യുക, സെയിം സ്പേസിൽ തന്നെ 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കുക. 1 2 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമുക്ക് ഈ ഒരു കോർണറിൽ നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഇനി വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ എത്തുന്നവരെ, ഈ ഒരു സ്പേസ് എത്തുന്നവരെ ഓരോ ചെയിനിലും ഓരോ സ്പേസിലും 3 ഡബിൾ ക്രോഷേ എന്നുള്ള ആ ഒരു പാറ്റേൺ നമ്മൾ ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിളാണ്, പക്ഷെ ഒന്ന് നമ്മൾ ശ്രദ്ധ വിട്ടാൽ തെറ്റാവുന്നതുമാണ്. അപ്പം എപ്പോഴും നമ്മൾ ഓരോ റൗണ്ടും എഴുതി വെക്കുക. അപ്പോൾ ആ റൗണ്ട് കഴിഞ്ഞതിന് ശേഷം അടുത്ത റൗണ്ട് എഴുതി വെച്ചതിന് ശേഷം ചെയ്യുക. അങ്ങനെ നമുക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് മനസ്സിലാവും. പിന്നെ നമ്മൾ ഒരു നോട്ട് പോലെ എഴുതി വെക്കുന്നത് എന്താ വെച്ചാൽ കോർണറിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് 3 ഡബിൾ ക്രോഷേ ചെയിൻ 2 3 ഡബിൾ ക്രോഷേ ആണ്. ബാക്കി എല്ലാ സ്പേസിലും നമ്മൾ കോർണറിൽ നമ്മൾ 3 ഡബിൾ ക്രോഷേ ചെയിൻ 2 3 ഡബിൾ ക്രോഷേ ആണ്. ബാക്കി എല്ലാ സ്പേസിലും നമ്മൾ 3 ഡബിൾ ക്രോഷേ ആണ് ചെയ്യുന്നതെന്ന് എഴുതി വെക്കുക. അപ്പോൾ നമുക്ക് അതൊന്ന് മൈൻഡിൽ വെക്കുക. പിന്നെ അതുപോലെ കോർണറിൽ നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. അപ്പോൾ അവിടെ എത്തുമ്പോൾ നമുക്ക് കോർണർ ആണെന്ന് മനസ്സിലാവും. സ്റ്റിച്ച് മാർക്കർ ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നൂലോ അതുപോലെ എന്തെങ്കിലും സേഫ്റ്റി പിന്നൊക്കെ ഉണ്ടെങ്കിൽ ആ സേഫ്റ്റി പിന്ന് വെച്ചിട്ട് നമ്മൾ ഒരു മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു സ്പേസ് നമുക്ക് അവിടെ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേറെ കളർ നൂല് കൊണ്ട് ഒന്ന് കെട്ടി കൊടുക്കുകയും ചെയ്യുക. അല്ലെങ്കിൽ സേഫ്റ്റി പിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഒരു അടയാളത്തിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ആ ഒരു ഭാഗം എത്തുമ്പോൾ മനസ്സിലാവും. അല്ലാതെ നമ്മൾ ആ ഒരു ഭാഗം എത്തുമ്പോൾ നമുക്ക് പിന്നെ കൺഫ്യൂഷൻ ആവും. അതിന് ആ കോർണറിൽ സ്റ്റിച്ച് മാർക്കർ എടുക്കുന്ന ആ ഒരു സ്പേസിൽ അപ്പോൾ മനസ്സിൽ വെക്കുക 3 ഡബിൾ ക്രോഷേ ചെയിൻ 2 3 ഡബിൾ ക്രോഷേ ആണ് ചെയ്യേണ്ടതെന്ന്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് തെറ്റാതെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ബിഗിനേഴ്സിന് വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നത്, അല്ലാത്തവർക്ക് കുഴപ്പമില്ല. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്തിട്ട് ഈ ഒരു ലാസ്റ്റ് കോർണറിൽ എത്തിയിട്ടുണ്ട്. ഈ ഒരു ലാസ്റ്റ് കോർണറിൽ 4th കോർണറാണ്. ഈ ഒരു 4th കോർണറിൽ നമുക്ക് 3 ഡബിൾ ക്രോഷേ ഇവിടെ നമുക്ക് വേണമെങ്കിൽ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു കോർണറിൽ 3 ഡബിൾ ക്രോഷേ ചെയിൻ 2 സെയിം സ്പേസിൽ തന്നെ 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. 1 2 3 ഡബിൾ ക്രോഷേ ചെയ്തു. ഇനി നമുക്ക് ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. ആ ഒരു സ്പേസിൽ നമുക്ക് 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. 1 2 3 ഈ സ്പേസിൽ നമ്മൾ 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് ആ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. ആ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ള അവിടെ നമുക്കൊരു സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 3rd റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. അപ്പം നിങ്ങളെ മെഷർമെൻറ്റിനനുസരിച്ചിട്ട് നിങ്ങൾ ഇതിങ്ങനെ വീതി കൂട്ടി കൊടുക്കുക. എത്രയാണോ നിങ്ങൾക്ക് ഇതിൻ്റെ ബേസ് വേണ്ടത്, ബേസിൻ്റെ വീതി വേണ്ടത്, അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടി കൊടുക്കുക. അല്ലെങ്കിൽ ഇത്ര മതി എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഇൻക്രീസിങ് ചെയ്യാത്ത സ്റ്റെപ്പ് ഉണ്ട്. ഞാൻ 2 സ്റ്റെപ്പും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻക്രീസിങ് ചെയ്യാത്ത സ്റ്റെപ്പിൽ നിങ്ങൾ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ 2 സ്റ്റെപ്പും കൂടി ഇൻക്രീസിങ് ചെയ്യുന്നുണ്ട്. അപ്പം 3rd റൗണ്ട് നമുക്കിവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി 4th റൗണ്ട് ചെയ്യാനായിട്ട് ഫസ്റ്റ് നമുക്ക് ഒരു 2 ചെയിൻ ചെയ്യാം. 1 2 ഇതാണ് നമ്മൾ ഫസ്റ്റ് കോർണർ. ഈ ഒരു കോർണറിലേക്ക് നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് കോർണറിൽ 3 ഡബിൾ ക്രോഷേ 1 2 3 ഡബിൾ ക്രോഷേ ചെയിൻ 2 സെയിം സ്പേസിൽ തന്നെ 3 ഡബിൾ ക്രോഷേ ചെയ്യുക. നമ്മൾ കോർണറിൽ നമ്മൾ 6 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നടുവിലായിട്ട്
2 ചെയിൻ സ്റ്റിച്ചും. ആദ്യം നമ്മൾ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യും, പിന്നെ 2 ചെയിൻ സ്റ്റിച്ച് ചെയ്യും, പിന്നെ 3 ഡബിൾ ക്രോഷ്യ ചെയ്യും. ഇതാണ് നമ്മളെ ഫസ്റ്റ് കോർണർ. പിന്നെ നമുക്ക് ഇവിടെയുള്ള എല്ലാ സ്പേസിലും നമുക്ക് 3 ഡബിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 1 2 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. സെക്കൻഡ് സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 തേർഡ് സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 പോലെ എല്ലാ സ്പേസിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഈ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്ന വരെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. ഞാനിവിടെ എല്ലാ സ്പേസിലും 3 ഡബിൾ ക്രോഷ്യ എന്നിങ്ങനെ എല്ലാ സ്പേസിലും ചെയ്തിട്ട് നമുക്ക് ഈ ഫസ്റ്റ് ഈ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ള ഈ സെക്കൻഡ് കോർണറിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. സെക്കൻഡ് കോർണറിൽ നമ്മൾ 6 സ്റ്റിച്ചാണ് ചെയ്യുക. ആദ്യം 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യും. സെയിം സ്പേസിൽ തന്നെ ചെയിൻ 2 ചെയ്യുക. സെയിം സ്പേസിൽ തന്നെ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്ക് സെക്കൻഡ് കോർണർ കിട്ടും. 1 2 3. അപ്പോൾ കോർണറിൽ നമ്മൾ 6 സ്റ്റിച്ചാണ് ചെയ്യുക. വീണ്ടും നമുക്ക് അവിടെ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്നതിന് മുന്നേ 2 സ്പേസ് ഉണ്ടാവും. അങ്ങനെ 1 2 ഈ 2 സ്പേസിലും നമ്മൾ 3 ഡബിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. സെക്കൻഡ് സ്പേസിലും 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമുക്കിങ്ങനെ വിടുത്ത് കൂടി വരുന്നതായിട്ട് കാണാൻ പറ്റും. വിടുത്ത് കുറവ് മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു 3 റൗണ്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്ന 6th റൗണ്ട് ഉണ്ട്. ആ 6th റൗണ്ട് ചെയ്താൽ മതി. ഇനിയുള്ള 4ഉം 5ഉം സ്കിപ്പ് ചെയ്യുക. വിടുത്ത് കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ ചെറിയ ബാഗൊക്കെ ചെയ്യുകയാണെങ്കിൽ 3 റൗണ്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത് നമ്മൾ തേർഡ് കോർണർ എത്തിയിട്ടുണ്ട്. തേർഡ് കോർണറിൽ നമ്മൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അവിടെ കോർണറിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 ഡബിൾ ക്രോഷ്യ, ചെയിൻ 2, 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 3. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ള ആ കോർണറിൽ 3 ഡബിൾ ക്രോഷ്യ, ചെയിൻ 2, 3 ഡബിൾ ക്രോഷ്യ ചെയ്തു. എന്നിട്ട് വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. വീണ്ടും നമുക്ക് അടുത്ത ഓരോ സ്പേസിലും 3 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തിട്ട് അതിൻ്റെ എത്തുന്ന വരെ ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. സെക്കൻഡ് സ്പേസിലും 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 3. നമുക്ക് ഇതുവരെ ചെയ്തിട്ട് ഈ ഒരു സ്പേസ് വരെ ചെയ്തിട്ട് തിരിച്ചു വരാം. നമ്മളിങ്ങനെ എല്ലാ സ്പേസിലും 3 ഡബിൾ ക്രോഷ്യ എന്നുള്ളത് ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു കോർണറിൽ എത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ 4th കോർണറാണ്. 4th കോർണറിലും നമ്മൾ 3 ഡബിൾ ക്രോഷ്യ, 1 2 3, ചെയിൻ 2, 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. 1 2 3. നമ്മൾ ഫസ്റ്റ് സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം കേട്ടോ. ഫസ്റ്റ് സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. അതുപോലെ തന്നെ സെക്കൻഡ് സ്പേസിലും 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. ഫസ്റ്റ് DCയുടെ മുകളിലാണ് നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അവിടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക്
4th റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഇനി നമുക്ക് ഒരു റൗണ്ടും കൂടി സെയിം പാറ്റേൺ തന്നെ ചെയ്ത് കൊടുക്കാം. ചെയിൻ 2 ചെയ്യാം. ഈ കോർണറിൽ ഫസ്റ്റ് കോർണറിൽ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. 1 2 നമുക്കിവിടെ 2 ചെയിൻ ചെയ്ത് അവിടെ നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. 3 ഡബിൾ ക്രോഷ്യ, ചെയിൻ 2, സെയിം സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. 1 2 3. ഇനി നമുക്ക് എല്ലാ സ്പേസിലും ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്തെടുക്കുക. എല്ലാ സ്പേസിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. സെക്കൻഡ് വണ്ണിലും 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. 1 2 3. ഇനി നമ്മൾ ഇവിടെ എത്തുന്ന വരെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പം നമ്മൾ ഇങ്ങനെ സ്പേസിലൊക്കെ 3 ഡബിൾ ക്രോഷ്യയിൽ സെറ്റ് ചെയ്ത് ഈ ഒരു സെക്കൻഡ് കോർണറിൽ എത്തിയിട്ടുണ്ട്. സെക്കൻഡ് കോർണറിൽ നമ്മൾ എല്ലാ കോർണറിലും സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. 3 ഡബിൾ ക്രോഷ്യ, 1 2 3 ഡബിൾ ക്രോഷ്യ, ചെയിൻ 2, സെയിം സ്പേസിൽ തന്നെ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1 2 3. ഈ സെയിം സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ, ചെയിൻ 2, 3 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഈ 2 ചെയ്ത് ചെയിൻ 2 ചെയ്ത് അവിടെ നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത സ്പേസിൽ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 3. അടുത്ത സ്പേസിലും 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 3. അടുത്ത സ്പേസിലും 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 3. അടുത്ത സ്പേസ് എന്ന് പറയുമ്പോൾ നമുക്ക് കോർണറാണ്. കോർണറിൽ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. എന്നിട്ട് അവിടെ നമുക്ക് കോർണറിൽ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ, 1 2 3, 2 ചെയിൻ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 3. നമുക്ക് 2 ചെയിൻ ചെയ്ത് അവിടെ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് എല്ലാ സ്പേസിലും 3 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് സ്പേസിൽ 3 DC ചെയ്യാം. സെക്കൻഡ് സ്പേസിലും 3 DC ചെയ്യാം. 1 2 3. നമ്മൾ എല്ലാ സ്പേസിലും 3 DC ചെയ്തിട്ട് ഇവിടെ വരെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. നമ്മളിങ്ങനെ എല്ലാ സ്പേസിലും 3 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് ഈ ഒരു ലാസ്റ്റ് കോർണറിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ 4th കോർണറാണ്. ഈ കോർണറിൽ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 ഡബിൾ ക്രോഷ്യ, ചെയിൻ 2, സെയിം സ്പേസിൽ തന്നെ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മളെ 4th കോർണർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക കേട്ടോ. 3 ഡബിൾ ക്രോഷ്യ, ചെയിൻ 2, 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 3. അടുത്ത സ്പേസിലും 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 3. അടുത്ത സ്പേസിലും 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2
3 സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അവിടെ നമുക്ക് ആ സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 5th കോർണറും 1 2 3 4 5 5th റൗണ്ടും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇൻക്രീസിങ് ഒന്നും ചെയ്യുന്നില്ല. ഇനി നമ്മൾ എല്ലാ ചെയിനിലും 3DC എന്നുള്ള പാറ്റേൺ ആണ് ഇനി 6th മുതൽ എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത്രയും ലെങ്ത്തിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് മെഷർമെൻ്റ് ഒന്ന് എടുത്ത് നോക്കാം. നമ്മളിത് മെഷർമെൻ്റ് എടുക്കുമ്പോൾ നമുക്കിത് 10 ഇഞ്ചിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് ഓരോരുത്തർ എടുക്കുന്ന യാണിൻ്റെ തിക്നെസ്സും അത് ഹുക്കിൻ്റെ സൈസും അനുസരിച്ചിട്ട് ഡിഫറെൻറ്റ് വരും. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വിഡ്ത്ത് വേണ്ടത് ആ വിഡ്ത്തിൻ്റെ അനുസരിച്ചിട്ട് ഈ റൗണ്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. കൂടുതൽ വിഡ്ത്ത് വേണമെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത ചെയിൻ സ്റ്റിച്ച് കൂട്ടി കൊടുക്കുക. എന്നിട്ട് അതുപോലെ ഈ സെയിം പാറ്റേൺ 5 റൗണ്ട് തന്നെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഉള്ള ലെങ്ത്ത് കിട്ടും. അപ്പോൾ ഇത് ഒരു 10 ഇഞ്ചാണ് ഈ ഒരു ബാഗിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ എല്ലാ ചെയിനിലും ഇവിടെ കോർണറിൽ നമ്മളിപ്പം 4 കോർണറിലും 3 ഡബിൾ ക്രോഷ്യ ചെയിൻ 2 3 ഡബിൾ ക്രോഷ്യ ആണ് 4 കോർണറിലും നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനിയുള്ള റൗണ്ടുകളിലൊന്നും നമ്മൾ അതൊന്നും ചെയ്യുന്നില്ല. സ്റ്റാർട്ടിങ്ങിൽ ചെയിൻ 2 ചെയ്യുക. ഈ കോർണറിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 നമുക്കിവിടെ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഇവിടെയാണ് നമ്മൾ എൻഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ. 1 2 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി ഈ ഒരു സ്പേസിൽ ഇവിടെ നമ്മൾ കോർണർ തിരിക്കുന്നൊന്നുമില്ല. ഈ ഒരു സ്പേസിൽ നമ്മൾ വീണ്ടും 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുന്നു. അപ്പോൾ ഇനി എല്ലാ സ്പേസിലും നമ്മൾ 3 ഡബിൾ ക്രോഷ്യ വീതമാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോഴാണ് നമുക്ക് ലെങ്ത്ത് കിട്ടുക. ഇവിടെ നമ്മൾ കോർണറിൽ 3 ഡബിൾ ക്രോഷ്യ ചെയ്തു. അടുത്ത സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. അടുത്ത സ്പേസിലും 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 അടുത്ത സ്പേസിലും 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 അടുത്ത സ്പേസിലും 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ ആ കോർണർ എത്തുന്നവരെ ഇതുവരെ നമുക്ക് എല്ലാ സ്പേസിലും 3 ഡബിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്തിട്ട് തിരിച്ചു വരാം. നമ്മളിങ്ങനെ ഇവിടുന്ന് എല്ലാ സ്പേസിലും 3 ഡബിൾ ക്രോഷ്യ ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ സെക്കൻഡ് കോർണറിൽ എത്തിയിട്ടുണ്ട്. സെക്കൻഡ് കോർണറിൽ നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. സെക്കൻഡ് കോർണർ നമ്മൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ഇനി നമുക്ക് സ്റ്റിച്ച് മാർക്കറിൻ്റെ ആവശ്യമില്ല. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് ഈ ഒരു സ്പേസിൽ നമുക്ക് 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇനി നമ്മൾ അടുത്ത സ്പേസിലാണ് 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതുവരെ നമ്മൾ കോർണറിൽ 3 ഡബിൾ ക്രോഷ്യ ചെയിൻ 2 3 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. നമ്മളിങ്ങനെ എല്ലാ സ്പേസിലും ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. നമുക്കിനി കോർണറിൻ്റെ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് സ്റ്റിച്ച് മാർക്കർ വെക്കണ്ട. അപ്പോൾ ഇങ്ങനെ നമുക്കിങ്ങനെ 3 ഡബിൾ ക്രോഷ്യ എന്നിങ്ങനെ എല്ലാ സ്പേസിലും ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു റൗണ്ട് ഒന്ന് നിങ്ങൾ പ്രത്യേകം ഒന്ന് മാർക്ക് ചെയ്ത് എഴുതി വെക്കണം. ഈ റൗണ്ടിൽ നമുക്കിങ്ങനെ 3 ഡബിൾ ക്രോഷ്യ നമുക്ക് വിടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതിയാൽ മതി. നമുക്ക് വിടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വരുന്ന റൗണ്ടിൽ നമ്മൾ കോർണറിൽ 3 ഡബിൾ ക്രോഷ്യ ചെയിൻ 2 3 ഡബിൾ ക്രോഷ്യ ചെയ്യുന്നില്ല. അതിന് പകരം എല്ലാ സ്പേസിലും നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3 ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യുന്നതെന്ന് നമ്മൾ ഒരു നോട്ട് എഴുതി വെച്ചാൽ നമുക്ക് പിന്നെ തെറ്റാതെ ചെയ്യാൻ പറ്റും. എത്രയാണോ വിടുത്ത് വേണ്ടത് അതുവരെ നമ്മൾ റൗണ്ട് ചെയ്ത് കൊടുക്കുക. വിടുത്ത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ചെയ്തിട്ടുള്ള ചെയിൻ സ്റ്റിച്ചിൻ്റെ നമ്പർ കൂട്ടിക്കൊടുക്കണേ. ഇനി നമ്മൾ ഈ ഒരു കോർണറിൽ 3rd കോർണറിൽ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. 3rd കോർണറിലും നമ്മൾ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് മാത്രമാണ് ചെയ്യുന്നത്. 1 2 3 ഇനി അടുത്ത സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 നമ്മൾ എല്ലാ സ്പേസിലും 3 ഡബിൾ ക്രോഷ്യ എന്ന് പറഞ്ഞ് ചെയ്തിട്ട് ഇതുവരെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇതുവരെ ഇങ്ങനെ എല്ലാ ചെയിനിലും ഓരോ 3 ഡബിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ എത്തിയിട്ട് 4th കോർണർ എത്തിയിട്ടുണ്ട്. 4th കോർണറിലും നമ്മൾ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് മാത്രം ചെയ്യുന്നുള്ളൂ.
1 2 3 ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ വർക്ക് അപ്പർ പാർട്ടിലേക്ക് ഇങ്ങനെ ടേൺ ആയി വരുന്ന ഇതായിട്ട് കാണാൻ പറ്റും. 1-2 റൗണ്ട് കൂടി ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് അത് മനസ്സിലാവും. അപ്പർ പാർട്ടിലേക്ക് ബേസും അതുപോലെ അപ്പർ പാർട്ടിലേക്കുള്ള ബോഡി പാർട്ടും ഇങ്ങനെ ടേൺ ആയി വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി അടുത്ത സ്പേസിലും ഒക്കെ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമ്മൾ എല്ലാ സ്പേസിലും 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യുന്നത്, ഇൻക്രീസിങ് ഒന്നും ചെയ്യുന്നില്ല. അടുത്ത സ്പേസിലും 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 3. അടുത്ത സ്പേസിലും 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 3. ഇനി നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. സ്റ്റിച്ച് റിമൂവ് ചെയ്യുക. ഈ 2 ചേഞ്ച് ചെയ്ത സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 6th റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്കിങ്ങനെ ഇത് ബാക്ക് സൈഡ് ആയിട്ടും ഇവിടെ ഇങ്ങനെ ഉണ്ടോ അങ്ങനെ ഈ ഒരു ഭാഗം അപ്പർ പാർട്ടിലേക്ക് ടേൺ ആയി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. 1-2 റൗണ്ട് കൂടി ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാവും. ഇനി അടുത്തത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇനി എല്ലാ റൗണ്ടും ഈ റൗണ്ട് 6 ചെയ്ത പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. സ്റ്റാർട്ടിങ്ങിൽ ചെയിൻ 2 ചെയ്യുക. ഇനി അടുത്ത സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 നമുക്കിവിടെ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടി ചെയ്യാം. 1 2 3. അടുത്ത സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 3. അടുത്ത സ്പേസിലും 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 3. അടുത്ത സ്പേസിലും 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 3. ഇനി നമ്മൾ എല്ലാ സ്പേസിലും 3 ഡബിൾ ക്രോഷ്യ ചുറ്റിലും ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇതിപ്പോൾ നമ്മൾ 7th റൗണ്ടാണ്. ഇനി 8th റൗണ്ടും 9th റൗണ്ട് 11 റൗണ്ട് വരെ നമ്മൾ ഈ ഒരു സെയിം പാറ്റേൺ ചെയ്യുക. എല്ലാ സ്പേസിലും 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇവിടെ എത്തുമ്പോൾ ഈ ഒരു സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും ചെയിൻ 2 ചെയ്യുക. അടുത്ത സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ എല്ലാ സ്പേസിലും 3 ഡബിൾ ക്രോഷ്യ. അങ്ങനെ നമ്മൾ 8 9 10 11 അങ്ങനെ 11 റൗണ്ട് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ഓരോ സ്പേസിലും 3 ഡബിൾ ക്രോഷ്യ ഇങ്ങനെ ചെയ്തു. നമുക്കൊന്ന് കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 9 റൗണ്ട് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്ര റൗണ്ടാണോ നിങ്ങൾക്ക് ഈ സെയിം കളർ വേണ്ടത് ആ ഒരു രീതിയിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. നമ്മളിനി ഈ ഒരു കളർ ചേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെയ്ത DCയുടെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ചെയിൻ 1 ചെയ്യുക. നമുക്ക് യാൺ കട്ട് ചെയ്യുക. നിങ്ങൾ സെയിം കളർ യാൺ തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിവിടെ യാണ് ചേഞ്ച് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഹുക്ക് വലിച്ച് ടൈറ്റാക്കി കൊടുക്കാം. നമുക്ക് വേറെ കളറാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത സ്പേസിൽ തൊട്ടടുത്ത സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് ഏത് കളറാണോ യൂസ് ചെയ്യുന്നത് ആ ഒരു കളറാണ് എടുക്കുക. 3 ചേഞ്ച് ചെയ്യുക. വെച്ച് ടൈലിൻ്റെ അധികം എടുക്കുക. എന്നിട്ട് ഒരു 3 ചേഞ്ച് ചെയ്ത് കൊടുക്കുക. 1 2 3. സെയിം സ്പേസിൽ തന്നെ നമുക്ക് 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. 1 2. പിന്നെ നമുക്ക് യാൺ ഓവർ ചെയ്തിട്ട് അടുത്ത സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള സെയിം പാറ്റേൺ തന്നെയാണ്. എല്ലാ സ്പേസിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സെയിം സ്പേസിൽ തന്നെ 3 DC ചെയ്ത് കൊടുക്കുക. 1 2 3. അടുത്ത സ്പേസിലും 3 DC ചെയ്യുക. അടുത്ത സ്പേസിലും 3 DC ചെയ്ത് കൊടുക്കുക.
അപ്പോൾ നമ്മൾ എല്ലാ സ്പേസിലും 3 DC ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത്, ബാഗിൻ്റെ എത്രയാണോ ലെങ്ത്ത് വേണ്ടത്, ഈ ഒരു സെയിം പാറ്റേൺ ചെയ്യുക. കളർ ചേഞ്ച് ചെയ്യുന്നെങ്കിൽ കളർ ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ഒറ്റ കളറാണെങ്കിൽ ഒറ്റ കളറിൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇവിടുന്ന് 2 കളർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കളർ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ചെയിൻ 1 ചെയ്താണ് കട്ട് ചെയ്ത് ഇങ്ങനെ 2 കളർ ചെയ്തിട്ട് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കിത് ഈ ഒരു മെഷർമെൻറ്റ് മതി. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് ഇങ്ങനെ വേണ്ടത്, വിഡ്ത്ത് നമുക്ക് ഓൾറെഡി കിട്ടി. ഇനി ലെങ്ത്ത് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്രയും ലെങ്ത്തിൽ ഇങ്ങനെ നിങ്ങൾക്ക് സെയിം പാറ്റേൺ ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇങ്ങനെ കറക്റ്റ് ഫോൾഡ് ചെയ്ത് പിടിച്ചിട്ട് കറക്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ചിട്ട് 2 മൂലയിലും ഈ ഒരു മൂലക്ക് നമുക്ക് ഒരു സ്റ്റിച്ച് മാർക്കർ വെക്കാം. അതുപോലെ ഈ ഒരു സൈഡിലും നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ 2 കോർണറിലും നമ്മൾ ഓരോ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് 1 2 3 4 5 5 ഒരു ഫാൻ സ്റ്റിച്ച് 5 എണ്ണം കൗണ്ട് ചെയ്യാം. എന്നിട്ട് നമുക്കിവിടെ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. വീണ്ടും നമുക്ക് ഇവിടുന്ന് 1 2 3 4 5 5 എണ്ണം കൗണ്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് വേറൊരു സ്റ്റിച്ച് മാർക്കറും കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് 1 2 3 4 5 6 7 8 9 10 10 ഫാൻ സ്റ്റിച്ചാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല, ഇതിവിടെ റിമൂവ് ചെയ്യുക. എന്നിട്ട് ഇവിടുന്ന് വീണ്ടും നമുക്ക് 1 2 3 4 5 5 എണ്ണം കൗണ്ട് ചെയ്തിട്ട് ഇവിടെ ഒരു സ്റ്റിച്ച് മാർക്കർ വെക്കാം. അതുപോലെ ഇവിടുന്ന് 1 2 3 4 5 5 എണ്ണം കൗണ്ട് ചെയ്യുക. എന്നിട്ട് ഈ സ്റ്റിച്ച് മാർക്കർ തന്നെ നമുക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ കൗണ്ട് ചെയ്ത് നോക്കുക. 1 2 3 4 5 6 7 8 9 10 10ാമത്തെ അതിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് 10 സ്റ്റിച്ച് ഇവിടെ വേണം. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് 1 2 3 4 5 6 7 8 9 10 10 സ്റ്റിച്ച് ഇവിടെയുണ്ട്. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ഇവിടുന്ന് ഈ ഒരു സ്റ്റിച്ച് മാർക്ക് വെച്ചിട്ടുള്ള ആ ഒരു സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 1 2 3 ചെയിൻ ചെയ്യാം. ഇനി നമുക്ക് അടുത്ത സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1 2 3 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഈ അടുത്ത സ്പേസിലും 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. 1 2 3 അടുത്ത സ്പേസിലും 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. 1 2 3 അങ്ങനെ നമ്മൾ എല്ലാ സ്പേസിലും ഇങ്ങനെ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ഒരു സ്പേസ് വരെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ 3 DCൻ്റെ സെറ്റ് ഇങ്ങനെ ചെയ്തിട്ട് ഈ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്നവരെ ഈ ഒരു സ്പേസ് വരെ ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റിച്ച് മാർക്കറിൽ നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കൗണ്ട് ചെയ്യുമ്പോൾ 1 2 3 4 5 6 7 8 9 9 സ്പേസിലും നമ്മൾ ഇങ്ങനെ ഓരോ ഡബിൾ ക്രോഷ്യൻ്റെ 3 സെറ്റിൻ്റെ ഡബിൾ ക്രോഷ്യ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ള ആ ഒരു സ്പേസിൽ നമുക്ക് ഒരു സിംഗിൾ ക്രോഷ്യ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും 3 ചെയിൻ ചെയ്യുക. നമുക്ക് നമ്മളെ വർക്ക് ടേൺ ചെയ്യാം. ബാക്ക് സൈഡിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 ഈ സ്പേസിലും 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 ഈ സ്പേസിലും 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക.
നമ്മൾ എല്ലാ സ്പേസിലും 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഇതുവരെ ചെയ്യുക, ഇവിടെ ചെയ്യരുത്. ഇതുവരെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ചെയ്തിട്ട് ഇവിടെയാണ് നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ളത്. ഇവിടെയാണ് നമുക്ക് 3 ചെയിൻ ചെയ്തിട്ടുള്ളത്. അവിടേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് 3 ചെയിൻ തന്നെ ചെയ്യാം. അപ്പോൾ നമ്മൾ 2 ഭാഗത്തും 3 ചെയിനാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് 1 2 3 4 5 6 7 8 9 സ്റ്റിച്ചസ് കിട്ടും. വീണ്ടും 1 2 3 ചെയിൻ ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. അപ്പം ഇത് നല്ല ഭാഗത്താണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇത് നമ്മൾ ഈ ഭാഗത്താണ് 3 ചെയിൻ ചെയ്തിട്ട് അടുത്ത സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇനി അടുത്ത സ്പേസിൽ 3 ഡബിൾ ക്രോഷേ ചെയ്യുക. 1 2 3 അടുത്ത സ്പേസിലും 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ നമുക്ക് ഇവിടെ എത്തുന്ന വരെ ചെയ്തിട്ട് തിരിച്ചു വരാം. ഈ 3 ചെയിനല്ല, അതിൻ്റെ മുന്നേ ഉള്ള സ്പേസ് എത്തുന്ന വരെ ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പം നമ്മളിങ്ങനെ ചെയ്തിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ഒരു സ്പേസിൽ നമ്മൾ 3 ചെയിൻ ചെയ്തിട്ടുള്ള ആ സ്പേസിൽ 3 ചെയിൻ ചെയ്യുന്നത് തന്നെ ചെയ്യുക. പിന്നെ ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക, 3 ചെയിൻ ചെയ്യുക, നമുക്ക് വർക്ക് ടേൺ ചെയ്യുക. ഇനി അടുത്ത സ്പേസിൽ അപ്പോൾ നമുക്കിങ്ങനെ മുകളിലേക്ക് ഡിക്രീസിങ് ആയി വരുന്നതായി കാണാം. 1 2 3 4 5 6 7 7 സ്റ്റിച്ചായിട്ട് നമ്മൾ ഡിക്രീസിങ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 3 ചെയിൻ ചെയ്യുക. അടുത്ത സ്പേസിലാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. അടുത്ത സ്പേസിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. തൊട്ടടുത്ത സ്പേസിലും 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇനി ഈ ഒരു 3 ചെയിനിൻ്റെ ഈ ഒരു സ്പേസ് എത്തുന്നവരെ ഇതുവരെ നമുക്ക് 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് 1 2 3 4 5 6 സെറ്റ് DC-ൻ്റെ 3 DC ചെയ്തു. ഇനി ഈ ഒരു സ്പേസിലേക്ക് ലാസ്റ്റ് സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും 1 2 3 ചെയിൻ ചെയ്യുക, നമ്മളെ വർക്ക് ടേൺ ചെയ്യുക. വർക്ക് ടേൺ ചെയ്തിട്ട് അടുത്ത സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 അടുത്ത സ്പേസിലും 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 അങ്ങനെ നമുക്ക് ഈ ഒരു സ്പേസ് ഈ 3 ചെയിനിൻ്റെ ഇവിടെ എത്തുന്നവരെ നമുക്ക് ഓരോ ചെയിനിലും ഓരോ സ്പേസിലും 3 DC എന്ന ഒരു പാറ്റേൺ ചെയ്തിട്ട് തിരിച്ചു വരാം. അങ്ങനെ നമ്മൾ എല്ലാ സ്പേസിലും 3 DC ചെയ്തു. അപ്പോൾ നമുക്ക് ഈ റൗണ്ടിലുള്ളത് 1 2 3 4 5 സെറ്റ് ഓഫ് 3 DC ആണുള്ളത്. ഇനി ഈ ഒരു ലാസ്റ്റ് സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമുക്കെല്ലാം അങ്ങനെ വരുമ്പോൾ ഒക്കെ ഡബിൾ ക്രോഷേ ആണ് ഇങ്ങനെയുള്ളത്. ഒരു റൗണ്ടിൽ ഡബിൾ ക്രോഷേ ആണെങ്കിൽ അടുത്ത റൗണ്ട് 3 ചെയിൻ ആവും, പിന്നെ അടുത്ത റൗണ്ട് ഡബിൾ ക്രോഷേ ആവും. അങ്ങനെ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ 3 ചെയിൻ ചെയ്യാം, വർക്ക് ടേൺ ചെയ്യാം. ഇനി അടുത്ത സ്പേസിൽ നമുക്ക് 1 2 3 ഡബിൾ ക്രോഷേ. അടുത്തതിലും 1 2 3 ഡബിൾ ക്രോഷേ. ഇനി നമുക്ക് ഈ 2 സ്പേസ് ആണുള്ളത്. ആ 2 സ്പേസിലും 3 ഡബിൾ ക്രോഷേ കൂടി ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പം ഞാനിങ്ങനെ എല്ലാ സ്പേസിലും ഇവിടെ 4 സ്പേസ് ആണുള്ളത്. ആ 4 സ്പേസിലും നമ്മൾ 3 DC-ൻ്റെ സെറ്റ് ചെയ്തു. ഇനി ലാസ്റ്റത്തെ ഈ ഒരു 3 ചെയിൻ ചെയ്തിട്ടുള്ള അവിടെ നമുക്ക് ഈ ഒരു സ്പേസിൽ ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും 1 2 3. അപ്പോൾ നിങ്ങൾക്ക് സ്ട്രാപ്പ് ഇത്ര വിടുത്ത് വേണമെന്നുണ്ടെങ്കിൽ സ്ട്രാപ്പിൻ്റെ വിടുത്തിനനുസരിച്ചിട്ട് നമുക്കിങ്ങനെ ഡിക്രീസിങ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് 4 സെറ്റാണ് ഉള്ളത്. നമുക്കിനി ഒരു സെറ്റും കൂടി ഡിക്രീസിങ് ചെയ്യുക. എന്നിട്ട് നമുക്ക് സ്ട്രാപ്പിൻ്റെ ലെങ്ത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ സ്ട്രാപ്പ് ലെങ്ത്ത് ഇത്ര വേണം, ഇത്ര സ്ട്രാപ്പിൻ്റെ ലെങ്ത്ത് വലിയ ബാഗൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു 4 എണ്ണം വെച്ചിട്ട് തന്നെ സ്ട്രാപ്പിൻ്റെ ലെങ്ത്ത് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ചെറിയ സൈസ് ബാഗ് ആയതുകൊണ്ട് ഞാൻ ഒന്നും കൂടി ഡിക്രീസിങ് ചെയ്യുന്നുണ്ട്. ചെയിൻ 3 ചെയ്ത് വർക്ക് ടേൺ ചെയ്തിട്ട്
നമുക്ക് 1 2 3 അടുത്ത സ്പേസിൽ 1 2 3 അടുത്ത സ്പേസിൽ 1 2 3. ഇപ്പോൾ ഈ റൗണ്ടിൽ നമുക്ക് 3 DCയുടെ സെറ്റാണ് ഉള്ളത്. ഇനി അടുത്ത സ്പേസിൽ നമുക്ക് ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത്ര സ്ട്രാപ്പിൻ്റെ വിഡ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇനിയും കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഒരു റൗണ്ട് കൂടി ചെയ്താൽ നമുക്ക് 3 ചെയിൻ ചെയ്യുക, വർക്ക് ടേൺ ചെയ്യാം. ഇനി അടുത്ത സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 1 2 3. ഇനി അടുത്ത സ്പേസിൽ 1 2 3. ഇനി നമുക്ക് ഈ ഒരു 3 ചെയിൻ ചെയ്ത് അവിടെ നമുക്കൊരു DC ചെയ്യാം. അപ്പോൾ നമ്മൾ സ്ട്രാപ്പിൻ്റെ വെടുത്ത് എത്രയാണോ വേണ്ടത്, ഇപ്പോൾ നമുക്ക് 2 എണ്ണം വെച്ച് ചെയ്താൽ മതി. അപ്പോൾ 2 എണ്ണം വെച്ചിട്ട് ഞാൻ ഡിക്രീസ് ഇനിയും ഒന്നും കൂടി ചെയ്തിട്ട് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി ചെറിയ വിടുത്തായി മാറും. അപ്പോൾ ഇതിൻ്റെ വിടുത്തൊന്ന് നമുക്ക് നോക്കാം. അപ്പം ഇവിടുന്ന് സ്ട്രാപ്പിൻ്റെ വിടുത്ത് എന്ന് പറയുന്നത് നമുക്ക് 2 ഇഞ്ചാണ് വിടുത്തുള്ളത്. അപ്പോൾ നിങ്ങൾ എത്ര ഇഞ്ച് വിടുത്താണോ നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ 3 എണ്ണം വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് വിടുത്ത് വരുന്നത് 2.5 ഇഞ്ചാണ്. 4 എണ്ണം വെച്ച് നമുക്ക് വിടുത്ത് വരുന്നത് 3 ഇഞ്ചാണ്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് വിടുത്ത് ഇങ്ങനെ ഇൻക്രീസിങ് ചെയ്യുകയോ ഡിക്രീസിങ് ചെയ്യുകയോ ചെയ്യുക. നമുക്കിപ്പം സ്ട്രാപ്പിന് 2 ഇഞ്ച് വിടുത്തിൽ വിടുത്തിൽ ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ 1 2 3 ചെയിൻ ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. ഇനി നമ്മൾ ഈ ഒരു സെയിം സ്പേസിൽ നമുക്ക് 2 ഡബിൾ ക്രോഷ്യ കൂടി ചെയ്ത് കൊടുക്കുക. 1 2. ഇവിടെ 3 ഡബിൾ ക്രോഷ്യ ആയേ. ഇനി ഇതിൽ നമുക്ക് 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 3. ഇനി ഈ ഒരു സ്പേസിൽ നമുക്ക് ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ 3 ഡബിൾ ക്രോഷ്യ സ്റ്റാർട്ടിങ്ങിൽ ചെയ്തു, അടുത്ത സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ ചെയ്തു, ഇവിടെ ഒരു DC ചെയ്തു. 1 2 3 വർക്ക് ടേൺ ചെയ്യുക. നമുക്കിനി ഈ സ്പേസിൽ സ്പേസിൽ 1 2. അപ്പോൾ ഇവിടെ 3 ചെയിൻ നമ്മളൊരു DC ആയിട്ട് കൗണ്ട് ചെയ്യും. ഇവിടെ നമ്മൾ ബാക്കി നമ്മൾ 2 ഡബിൾ ക്രോഷ്യ ചെയ്തു. അടുത്ത സ്പേസിൽ നമുക്ക് 1 2 3. അടുത്ത സ്പേസിൽ 3 DC ചെയ്തു. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്ത ആ ഒരു DCയുടെ ഫസ്റ്റ് DCൻ്റെ 1 2 3 തേർഡ് DCൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും ചെയിൻ 3 ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. സെയിം സ്പേസിൽ നമുക്ക് 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1 2. ഇനി നമുക്ക് ഈ ഒരു സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 3. നമുക്കിവിടെ 2 DC സ്കിപ്പ് ചെയ്തിട്ട് മൂന്നാമത്തെ DCൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു DC ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിങ്ങനെ സ്ട്രാപ്പ് ഒരേ വലുപ്പത്തിൽ വരുന്നതായിട്ട് കാണാൻ പറ്റും. വീണ്ടും 3 ചെയിൻ ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. വർക്ക് ടേൺ ചെയ്തിട്ട് സെയിം സ്പേസിൽ നമുക്ക് 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1 2. നമുക്ക് ഈ സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 3. ഇനി 2 DC സ്കിപ്പ് ചെയ്തിട്ട് തേർഡ് DCയുടെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സെയിം പാറ്റേൺ നമുക്ക് എത്രയാണോ ബാഗിൻ്റെ സ്ട്രാപ്പിൻ്റെ ലെങ്ത്ത് വേണ്ടത് അത്രയും ലെങ്ത്തിൽ നമ്മൾ ചെയ്ത് കൊടുക്കാം. 1 2. അപ്പോൾ നമുക്ക് ഈ ഒരു സ്പേസിൽ 3 DC ആയി. 3 ചെയിൻ നമ്മൾ ഒരു DC ആയിട്ട് കൗണ്ട് ചെയ്യും. ഇനി നമ്മൾ
അടുത്ത സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യും. 1 2 3. ഇനി 2 DC സ്കിപ്പ് ചെയ്തിട്ട് തേർഡ് DCയുടെ ടോപ്പിൽ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ബാഗ് വെക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഇത് സ്ട്രാപ്പിൻ്റെ ഇത് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ചിട്ട് ഈ ഒരു സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. നല്ല ഷോൾഡർ ബാഗ് ആണെങ്കിൽ കുറച്ച് ലെങ്ത്ത് മതി. അതെല്ലാം നമുക്ക് നല്ല കുറച്ച് ലെങ്ത്ത് ഇറങ്ങിയിട്ടുള്ള ബാഗ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഓരോരുത്തരും സ്ട്രാപ്പ് എത്ര വേണമെന്ന് നോക്കിയിട്ട് അത്രയും ഈ ഒരു സെയിം പാറ്റേൺ ചെയ്ത് കൊടുക്കുക. പകുതി ചെയ്താൽ മതി. പകുതി നമ്മൾ ഇപ്പോൾ നമുക്ക് ഈ 16 ഇഞ്ചാണെങ്കിൽ 8 ഇഞ്ച് ഈ ഭാഗത്തും 8 ഇഞ്ച് ഈ ഭാഗത്തും ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ കുറച്ച് ചെയ്തിട്ട് നമുക്ക് ചെയിൻ 1 ചെയ്ത് യാണ് കട്ട് ചെയ്യുക. എന്നിട്ട് ഈ സെയിം പാറ്റേൺ തന്നെ നമുക്ക് ഇവിടെയും ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് റൗണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് മെഷർമെൻറ്റ് സ്ട്രാപ്പിൻ്റെ മെഷർമെൻറ്റ് നോക്കാം. അപ്പോൾ സ്ട്രാപ്പ് നമുക്ക് ഇവിടെ നിന്ന് തൊട്ടിട്ടാണ് സ്ട്രാപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് സ്ട്രാപ്പിൻ്റെ മെഷർമെൻറ്റ് അളക്കേണ്ടത്. അപ്പോൾ നമുക്കിങ്ങനെ സ്ട്രാപ്പിൻ്റെ മെഷർമെൻറ്റ് 12 ഇഞ്ച് ഇവിടെ കിട്ടിയിട്ടുണ്ട്. 12ഉം ഈ ഭാഗത്തും 12 ആകുമ്പോൾ നമുക്ക് 24 ഇഞ്ച് സ്ട്രാപ്പിൻ്റെ ലെങ്ത്ത് കിട്ടും. അപ്പോൾ എത്രയാണോ നിങ്ങൾക്ക് ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്ത് കൊടുക്കുക. ഇവിടെ 12 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. നമുക്ക് 24 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ ചെയിൻ 1 ചെയ്യുക, യാണ് കട്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് യാണിങ്ങനെ വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. ഇനി നമുക്ക് അടുത്ത ഭാഗം ഈ ഒരു പോർഷനും അതുപോലെ തന്നെ സെയിം തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഫസ്റ്റ് നമുക്ക് ഇവിടെ ഈ സ്റ്റിച്ച് മാർക്കർ വെച്ച് അവിടെ നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട്, അപ്പോൾ ഇവിടെ കണ്ടോ ഈ ഒരു ഭാഗം ഇങ്ങനെ നമുക്ക് ഇങ്ങനെ നല്ല നീറ്റിൽ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മളെ സ്ട്രാപ്പിൻ്റെ ഇതുള്ളത്. അപ്പോൾ നമ്മളിതിങ്ങനെ ബാഗിൻ്റെ ഇങ്ങനെ വെക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒന്ന് യാണെടുത്തിട്ട് ഒന്ന് കെട്ടിക്കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ബിഗിനേഴ്സൊക്കെ ആകുമ്പോൾ കെട്ടിക്കൊടുത്തിട്ട് ചെയ്യുമ്പോൾ ഒന്നും കൂടി നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. യാണിങ്ങനെ ഒന്ന് കെട്ടിക്കൊടുക്കുക. അതിന് ശേഷം നമുക്ക് 1 2 3 ചെയിൻ ചെയ്യുക. അടുത്ത സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 3. അടുത്ത സ്പേസിലും 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 3. അടുത്ത സ്പേസിലും 3 ഡബിൾ ക്രോഷ്യ 1. അങ്ങനെ നമ്മൾ ഈ ഒരു ഭാഗത്തുനിന്ന് വരെ ഇവിടെ നമ്മൾ ഡബിൾ ക്രോഷ്യ അല്ല 3 ചെയിൻ ഒരു ഡബിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. ഇവിടെ വരെ നമ്മൾ ചെയ്യാം. ഓരോ സ്പേസിലും 3 ഡബിൾ ക്രോഷ്യ എന്നുള്ള രീതിയിൽ ചെയ്യുക. അത് നമ്മൾ യാണ് കട്ട് ചെയ്തിട്ടുള്ള യാണാണ്. അത് നമുക്കിങ്ങനെ ബാക്ക് സൈഡിലേക്ക് ആക്കിയിട്ട് വർക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഇത് സെയിം ചെയ്തതുപോലെ തന്നെ ഇവിടെയും ചെയ്യുക. എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ സെക്കൻഡ് സ്ട്രാപ്പും ഇതുപോലെ സെയിം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 സ്ട്രാപ്പും തമ്മിലൊന്ന് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാനായിട്ട് നമ്മൾ മെഷർമെൻറ്റ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം വൺ ടു ത്രീ ചെയിൻ ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. പിന്നെ ഈ ഒരു സ്ട്രാപ്പ് കറക്റ്റിൽ പിടിച്ചിട്ട് സെക്കൻഡ് സ്ട്രാപ്പ് കറക്റ്റിൽ പിടിച്ചിട്ട് ഇതാ ഇവിടെ സ്റ്റാർട്ടിങ്ങിലുണ്ടല്ലോ, ഈ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് ഈ 3 ചെയിൻ ചെയ്ത ആ ഒരു ഇതിങ്ങനെ പിടിക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് എടുത്തു കൊടുക്കാം. ഇനി ഈ ഒരു സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. വീണ്ടും 1 2. അപ്പോൾ നമുക്കിവിടെ 3 ചെയിനും 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചും കിട്ടി. ഇനി നമുക്ക് ഈ ഒരു സ്പേസിൽ നമുക്ക് ഈ ഹുക്ക് ഇങ്ങനെ ഈ ഒരു 3 ചെയിൻ ചെയ്ത 3 ഡബിൾ ക്രോഷ്യ ആണ് ഉള്ളത്. ഈ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യേൻ്റെ ഈ സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഈ ഡബിൾ ക്രോഷ്യ ചെയ്തതിൻ്റെ ഈ ഒരു യാണ് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങോട്ട് എടുത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം.
1 2 3 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഒരു ചെയിൻ ഇങ്ങനെ വലിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഈ ഒരു യാണിനെ ഇങ്ങനെ മുകളിലേക്ക് എടുക്കുക. ഇനി നമുക്ക് യാൺ ഓവർ ചെയ്തിട്ട് ഈ 3 ഡബിൾ ക്രോഷ്യയുടെ മൂന്നാമത്തെ ഡബിൾ ക്രോഷ്യൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ടൊരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആ ചെയിനിനെ ഇങ്ങോട്ട് എടുത്തിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. ചെയിൻ 1 ചെയ്യുക. നമുക്ക് യാൺ കട്ട് ചെയ്യാം. നമുക്ക് യാൺ കട്ട് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഈ യാൺ ഇങ്ങനെ വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ഭാഗം ജോയിൻ ആയി കിട്ടിയതായിട്ട് കാണാൻ പറ്റും. ഇനി നമുക്ക് ഈ 2 യാണുണ്ടല്ലോ, നേരത്തെ നമ്മൾ ചെയിൻ കട്ട് ചെയ്തിട്ടുള്ള മറ്റേ സ്ട്രാപ്പിൻ്റെ യാണും ഈ യാണും തമ്മിലൊന്ന് കൂട്ടിക്കെട്ടി കൊടുക്കുക. എന്നിട്ടിത് രണ്ടും ബാക്ക് സൈഡിലേക്ക് എടുക്കുക. ഈ ഒരു യാണും ഈ യാണും ഇങ്ങനെ നമുക്ക് ഈ ബാക്ക് സൈഡിലേക്ക് എടുക്കാം. നമുക്ക് ഈ ബാക്ക് സൈഡിൽ ഇത് രണ്ടും ഒരുമിച്ച് ഒന്ന് കെട്ടിക്കൊടുക്കാം. അതിനുശേഷം ബാലൻസ് വരുന്ന യാൺ കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാം. അപ്പോൾ നമ്മളെ സ്ട്രാപ്പ് നമ്മളിവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്ട്രാപ്പ് ഉണ്ടാവുക. അപ്പോൾ നമ്മളെ ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ബാഗാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൽ നമുക്ക് ലൈനിങ് ഒക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ക്ലിപ്പൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ബാഗ് ചെയ്തെടുക്കാൻ പറ്റും. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ചെയ്യാം. അപ്പോൾ ഇതിന് ഏത് വലുപ്പത്തിലും വേണമെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ്.